റിലീസ് ചെയ്തിട്ട് ഒന്നുകൂടെ തിയേറ്ററിൽ രണ്ടാഴ്ച എല്ലാവരും വന്നൊന്ന് കണ്ട് അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. ശരിക്കും തീരുമാനിച്ചിട്ട് കാണണ്ടേ ബേസിലായിട്ടിന്റെ ഒട്ടമായിരുന്നു തുടങ്ങിയത്. അപ്പോ ഒരു ചെറിയ റോളാണെങ്കിൽ പോലും സുരേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനും എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ബേസിലായിട്ടും അതിഭംഗിയായിട്ട് തന്നെ ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചെയ്ത സിനിമയുടെ പാർട്ടുമായി എന്നുള്ള സന്തോഷമുണ്ട്. താങ്ക് യു ബേസിലേട്ട. നമസ്കാരം. എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഒരു സംവിധായകന്റെ ആദ്യ സിനിമ ഇങ്ങനെ ആഘോഷിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള കാര്യമാണ്. ഞാൻ ഇതിനെ വിളിച്ച് പറയുകയായിരുന്നു, ആദ്യത്തെ ഒരു പ്രോജക്റ്റ് തന്നെ ഇത്രയധികം വലിയ രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് അതിന് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയ ഇതിൻ്റെ നിർമ്മാതാക്കളായ ലിസ്റ്റിനും ഡോക്ടർ സക്രിയയ്ക്കുള്ള നന്ദി സ്നേഹം അറിയിക്കുകയാണ്. പിന്നെ ബേസിലിനെ കുറിച്ച് ബേസിലിന് എനിക്ക് അവാർഡ് കൊടുക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ മകൻ്റെ കൊടുക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് ബേസിലിൻ്റെ സിനിമ ഇന്ന് റിലീസ് ചെയ്ത് കുറച്ചു മുമ്പ് അതിനെക്കുറിച്ച് ഒരുപാട് നല്ല സംസാരങ്ങൾ കേട്ടതിന് ശേഷം നേരിട്ട് അഭിനന്ദിക്കാൻ ഇവിടെ കഴിയുന്ന ഒരു അവസരമായിട്ട് ഇതിനെ കാണുവാണ്. സന്തോഷം. ബീങ് എ ഫാൻ ബോയ്, ആടുജീവിതം വരെ ഉള്ള സിനിമകൾ അത്രയേറെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ എന്ന നിലയിൽ ബ്ലസ് സാർ ഇങ്ങനെ ഒരു വേദിയിൽ ഇവിടെ എത്തുകയും നൽകുകയും ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. ഇടയിലുള്ളൊരു കമന്റ് കണ്ടു. അതിനുശേഷമുള്ള ഒരു മൊട്ട ബോക്സ് ഇപ്പൊ ആയിട്ട് ലോകമൊക്കെ ചുറ്റിക്കൊണ്ടിരിക്കണം. ടൊവിയുണ്ടാണെങ്കിൽ ടൊവിയോട് വിളിച്ച് സംസാരിക്കണം എന്നുള്ളതാണ്. ഇനി ബൈ ചാൻസ് അവിടെ ടൊവിയെ മിസ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, അല്ലെങ്കിൽ ആ മൊട്ട ബോക്സിൽ നിന്ന് എന്തായി നമ്മുടെ കഴിഞ്ഞു. അത് ഇത്രയും ഒക്കെ വലിയ മൊട്ടബോക്സ് കഴിഞ്ഞൊരു വീഡിയോ ആയിരുന്നു ഞാൻ വിചാരിച്ചില്ല. ടെക്നോളജി ഒരു വളർച്ചയും ഇപ്പൊ കൈ ഒടുക്കാനൊക്കെ ഭയങ്കര പ്രശ്നം. പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് അതിയായ സന്തോഷം തരുന്ന കാര്യമാണ്. കാര്യം കേരളത്തിലെ സിനിമ ചലിക്കുന്നത് വിജയങ്ങൾ ഉണ്ടാകുമ്പോഴാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. സിനിമ തിയേറ്റേഴ്സുകളായാലും ഇപ്പം കുറച്ച് തിയേറ്റേഴ്സുകളുണ്ടല്ലോ, ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് വലിയ പ്രാർത്ഥനകളാണ് നോക്കിയിരിക്കുന്നത്. ദൈവമേ ഭയങ്കരമായിട്ട് വിജയിക്കണമേ എന്ന് എല്ലാ ദിവസവും ഓരോ സിനിമ വരുമ്പോഴും പ്രാർത്ഥിക്കും. അപ്പോൾ ഏറെ മതിയായ വിജയം സമ്മാനിച്ച ഒരു ചിത്രമാണ്. ഇനി എല്ലാം കൊണ്ട് വിജയങ്ങളുടെ ഫോർമുല മനസ്സിലാക്കിയ ഒരു സംവിധായകനാണ്. അത് ഇതിയായ സന്തോഷം തരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ലിസ്റ്റിൽ നിർമ്മിച്ച ചിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളുടെ സിനിമ എന്ന പ്രത്യേകതയും തയ്യാറുണ്ട്. ഈ സിനിമയിൽ സ്വീകരിച്ച ഓരോരുത്തർക്കും എല്ലാ സ്നേഹവും അറിയിക്കുന്നു. മുൻപോട്ടും ഇതുപോലുള്ള വിജയങ്ങൾ ഈ ഗ്രൂപ്പിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിനയിക്കും ബേസിലിന് അതുപോലെ ഈ സിനിമയിൽ സ്വീകരിച്ച എല്ലാവരും ഈ സിനിമയിൽ സ്നേഹത്തോടെ ഓർക്കുന്നു. നന്ദി, നമസ്കാരം. ബേസിലായിട്ടിന്റെ ഒട്ടമായിരുന്നു തുടങ്ങിയത്. അപ്പോ ഒരു ചെറിയ റോളാണെങ്കിൽ പോലും സുരേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനും എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ബേസിലായിട്ടും അതിഭംഗിയായിട്ട് തന്നെ ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചെയ്ത സിനിമയുടെ പാർട്ടുമായി എന്നുള്ള സന്തോഷമുണ്ട്. താങ്ക് യു ബേസിലേട്ട.